തെക്കേ ഇന്ത്യയുടെ ഭൂപടത്തിൽ കാലാവസ്ഥാപരമായ വലിയ മാറ്റങ്ങൾക്കാണ് വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും തികച്ചും വിഭിന്നമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ് നിലവിൽ പ്രകടമാകുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ആന്ധ്രാപ്രദേശിൻ്റെ തീരമേഖലകളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുമ്പോൾ അയൽ സംസ്ഥാനമായ തെലങ്കാനയിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന കഠിനമായ ശൈത്യമാണ് അനുഭവപ്പെടുന്നത്. സാധാരണഗതിയിൽ ജനുവരി മാസത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ ശാസ്ത്ര ലോകത്തെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്ക് കിഴക്കൻ മേഖലയിൽ ശ്രീലങ്കയ്ക്ക് സമീപമായി രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ്. ഇത് വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി ആർജിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. സംക്രാന്തി ആഘോഷങ്ങൾക്കായി നാട് ഒരുങ്ങുന്ന വേളയിൽ എത്തുന്ന ഈ അപ്രതീക്ഷിത മഴ കർഷകരെയും സാധാരണക്കാരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നെല്ലൂർ, അണ്ണാമയ്യ, ചിറ്റൂർ, തിരുപ്പതി തുടങ്ങിയ ദക്ഷിണ തീരദേശ മേഖലകളിലും റായലസീമ മേഖലയിലുമാണ് പ്രധാനമായും മഴയ്ക്ക് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാനാണ് കൂടുതൽ സാധ്യതയെങ്കിലും അതിൻ്റെ സ്വാധീനം ആന്ധ്രയുടെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും കാരണമായേക്കാം. ആന്ധ്ര മഴയെ അഭിമുഖീകരിക്കുമ്പോൾ തെലങ്കാനയിൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. അവിടെ മഴയ്ക്ക് സാധ്യതയില്ലെങ്കിലും അതിശൈത്യമാണ് സംസ്ഥാനത്തെ വിഴുങ്ങുന്നത്. പല ജില്ലകളിലും താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ താഴേക്ക് പതിച്ചിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള തണുത്ത കാറ്റും അന്തരീക്ഷത്തിലെ ഈർപ്പവും ചേർന്നാണ് തെലങ്കാനയെ ഒരു ശീതഗൃഹമാക്കി മാറ്റുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ആദിലാബാദിലാണ്, 7.7 ഡിഗ്രി സെൽഷ്യസ്. മെദക്, രാമഗുണ്ടം, നിസാമാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലും തണുപ്പ് കഠിനമാണ്. തലസ്ഥാനമായ ഹൈദരാബാദിൽ പോലും ജനങ്ങൾ തണുപ്പിൽ വലയുകയാണ്. പാറ്റഞ്ചേരിയിൽ താപനില 10.2 ഡിഗ്രി വരെ താഴ്ന്നു. രാത്രികാലങ്ങളിലും പുലർച്ചെയും അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞ് വാഹന ഗതാഗതത്തെയും ബാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ താപനില ഇനിയും താഴാൻ സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ട് പോലെയുള്ള മുൻകരുതലുകൾ അധികൃതർ ആലോചിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് പിന്നിൽ ബാക്കുങ് എന്ന ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനമുണ്ടെന്നും നിരീക്ഷണങ്ങളുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ഈ ചുഴലിക്കാറ്റ് നേരിട്ട് കരതൊട്ടില്ലെങ്കിലും ദക്ഷിണേന്ത്യയിലെ കാറ്റിൻ്റെ ഗതിയെ മാറ്റിമറിച്ചിട്ടുണ്ട്. തണുത്ത വായു ആന്ധ്രയുടെയും കർണാടകയുടെയും ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കാൻ ഇത് കാരണമായി. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ പെയ്യുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ താപനില താഴുന്നത് ഈ അന്തരീക്ഷ വ്യതിയാനത്തിൻ്റെ ഭാഗമായാണ്. സാധാരണഗതിയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ പിൻവാങ്ങുന്ന സമയമാണ് ഇത്. എന്നാൽ ഇത്തവണ മൺസൂൺ വൈകിയതും ബംഗാൾ ഉൾക്കടലിലെ താപനിലയിലുണ്ടായ വ്യതിയാനങ്ങളും ജനുവരി മാസത്തെ അസാധാരണമാക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതമായാണ് ഇത്തരം മാറ്റങ്ങളെ ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. അപ്രതീക്ഷിതമായി എത്തുന്ന മഴ കൃഷിയെ നശിപ്പിക്കുകയും തണുപ്പ് പകർച്ചവ്യാധികൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആന്ധ്രയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വെള്ളപ്പൊക്ക ഭീഷണി കണക്കിലെടുത്ത് മുൻകരുതലുകൾ എടുക്കണം. തെലങ്കാനയിൽ അതിശൈത്യം തുടരുന്നതിനാൽ പ്രായമായവരും കുട്ടികളും പുലർച്ചെയും രാത്രിയും പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. കനത്ത മൂടൽമഞ്ഞ് ഉള്ളപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ വേഗത നിയന്ത്രിക്കുകയും ഫോഗ് ലൈറ്റുകൾ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബംഗാൾ ഉൾക്കടലിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും വരും മണിക്കൂറുകളിൽ മഴയുടെയും തണുപ്പിൻ്റെയും തീവ്രതയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ആഘോഷങ്ങളുടെ സീസണിൽ കാലാവസ്ഥ ചതിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ തെലുങ്ക് ജനത. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.